അശ്വമേധം എന്ന ഇന്റലക്ച്വൽ ചെസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. മത്സരവീര്യം കൂടുന്തോറും ആകാംക്ഷയുടെ ഹോട്ട് സീറ്റുകളിൽ മത്സരാർത്ഥികൾക്കൊപ്പം പ്രേക്ഷകരായി നിങ്ങളും എത്തിച്ചേരാറുണ്ട്. അശ്വമേധം ഇഷ്ടപ്പെടുന്ന ഏവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പാർട്ടിസിപ്പൻസിലേക്ക് മിസ്റ്റർ നജീം, കായംകുളത്ത് നിന്നും എത്തിയിരിക്കുന്ന ഇദ്ദേഹം അനോട്ടിൽ ഉദ്യോഗസ്ഥനാണ്. മിസ്റ്റർ ജെ താര സിംഗ്, പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഉദ്യോഗസ്ഥനായ അദ്ദേഹം കാഞ്ഞിരംകുളം സ്വദേശിയാണ്. മിസ്റ്റർ അലക്സ് ആന്റണി, കട്ടപ്പനയിൽ നിന്നും എത്തിയിരിക്കുന്ന ഇദ്ദേഹം റിട്ടയർഡ് ഹെഡ് മാസ്റ്ററാണ്. മിസ്റ്റർ കെ എസ് ജ്യോതി, തിരുവനന്തപുരത്ത് നിന്നും തന്നെ എത്തിയിരിക്കുന്ന ഇദ്ദേഹം ബിസിനസ്മാനാണ്. ഇന്നത്തെ ഹോട്ട് സീറ്റിൽ ഇവരിൽ ആരായിരിക്കും കാത്തിരുന്ന് കാണാം. പതിവുപോലെ അശ്വമേധം തുടങ്ങുവാനായി ഗ്രാൻഡ് മാസ്റ്റർ മിസ്റ്റർ ജി എസ് പ്രദീപ് ഇതാ വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞു. മുംബൈയിലെ ഗോരഗോൺ എന്ന സ്ഥലത്തെ മലയാളി സമാജത്തിൻ്റെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ ഞാൻ അടുത്ത ദിവസങ്ങളിൽ പോയിരുന്നു. അവിടെ വെച്ച് ഒരു പ്രവാസിയായ മലയാളി സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഇച്ഛാശക്തിയുടെ പോരാട്ടമാണ് അശ്വമേധം, എ ബാറ്റിൽ ഓഫ് വിൽ പവർ. വെൽക്കം ടു ദിസ് ബാറ്റിൽ ഓഫ് വിൽ പവർ അശ്വമേധം. നിങ്ങളിൽ ആരാണ് ഈ കസേരയിൽ ഇന്ന് ആദ്യം ഇരിക്കുക എന്നറിയാനുള്ള സൂചനകളിലേക്ക് കടക്കുന്നതിന് മുൻപ് ആസ് യൂഷ്വൽ ശ്രീ ബാബു ഭരദ്വാജ് ആൻഡ് ശ്രീ അശോക് ആൻഡ് ഓണറബിൾ പാനൽ മെമ്പേഴ്സ് ആൻഡ് വെൽക്കം. ജീവിതത്തിന്റെ പല മേഖലകളിൽ നിന്നുമുള്ള വ്യക്തിത്വങ്ങളെ അതിഥികളായി ഞങ്ങൾ ഈ വേദിയിൽ കൊണ്ടുവരാറുണ്ട്. ഇന്നത്തെ അതിഥി അശ്വമേധത്തിൽ ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്, പൊളിറ്റിക്കൽ, ആർട്സ്, ലിറ്ററേച്ചർ എന്നൊക്കെ പറയുന്നത് പോലെ യൂണിഫോംഡ് ഒഫീഷ്യൽ. ഇന്നത്തെ അതിഥി ഒരു യൂണിഫോംഡ് ഒഫീഷ്യലാണ്. അദ്ദേഹം സ്പെഷ്യൽ ബ്രാഞ്ച് CID-യിലെ ഹെഡ് ക്വാർട്ടേഴ്സ് DYSP ആയി ജോലി ചെയ്യുന്നു, ശ്രീ പ്രതാപ് ചന്ദ്. ആൻഡ് ഹിയർ ഹി ഈസ്. സർ പ്ലീസ്. ഇന്റലിജൻസിലാണല്ലോ സാർ? അതെ. സോ വെൽക്കം ടു ദിസ് ബാറ്റിൽ ഓഫ് ഇന്റലിജൻസ്. താങ്ക് യു. നാട് കൊല്ലമാണ്. ജോലി ചെയ്യുന്നത് തിരുവനന്തപുരത്ത്. എന്തൊക്കെയുണ്ട് മറ്റു വിശേഷങ്ങൾ? സുഖമായിട്ട് കഴിയുന്നു. ഇന്ന് ബൈ ചാൻസിൽ താങ്കളുടെ ഒരു ഗുരുവുമായിട്ട് ഞാൻ ടെലിഫോണിൽ സംസാരിക്കുകയുണ്ടായി. വൺ മിസ്റ്റർ PA ശേഷൻ. അദ്ദേഹത്തിന് ഇന്ന് ബാംഗ്ലൂരിലേക്ക് എനിക്കൊരു ആവശ്യത്തിന് വിളിക്കേണ്ടി വരും. റിട്ടയർഡ് അക്കൗണ്ടന്റ് ജനറൽ. യെസ്, എക്സാക്ട്ലി. യെസ്, കറക്റ്റ്. കോറമംഗല ബനസംഗരി ഓപ്പോസിറ്റ് കാമാഖ്യ. കറക്റ്റ്. അപ്പം ഞങ്ങളിങ്ങനെ സംസാരിച്ച് പറഞ്ഞു, ഇതിൽ കാഷ്വലായിട്ട് പറഞ്ഞു, ഞാനിന്ന് സാർ ഇങ്ങനൊരു പരിപാടിക്ക് പോകുന്നുണ്ട്, അശ്വമേധം എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, കൊള്ളാമല്ലോ. ഞാൻ ചോദിച്ചു, എന്താ സാർ? മിസ്റ്റർ GS പ്രദീപ്, ഈസ് മൈ ഫ്രണ്ട്, ഈസ് മൈ ഡിസൈപ്പിൾ ആൻഡ് ഈസ് മൈ എവരിതിങ് എന്ന് പറഞ്ഞപ്പോൾ ഐ വാസ് റിയലി ഹാപ്പി. അദ്ദേഹം ട്രാൻസെൻഡന്റൽ മെഡിറ്റേഷൻ്റെ, സെൻ മെഡിറ്റേഷൻ്റെ ജീവിച്ചിരിക്കുന്ന ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ യോഗികളിലാണ്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ സംഭാഷണം താങ്കളിൽ വളരെ ഇൻ്റലിജൻ്റായ ഒന്ന് രണ്ട് പേരുകൾ ഊഹിക്കാനുള്ള അവസരവും ഉണ്ടാക്കി തന്നിരിക്കുകയാണ്. ഒരു പക്ഷേ ഈ സീറ്റിൽ വന്നിരുന്നെങ്കിൽ പ്രദീപിനെ നിശ്ചയവും അദ്ദേഹം തോൽപ്പിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസം. തീർച്ചയായും, സ്വാഭാവികമായി. ഇസ് ഇറ്റ് അപ്രൂവ്ഡ്, സർ? യെസ്, അപ്രൂവ്ഡ്. യെസ്, അപ്രൂവ്ഡ്. So we can welcome this police officer with a big hand to the battle, Ashwamedham. Indian? No. Purishan? Yes. ജീവിച്ചിരിപ്പുണ്ട്? No. Asian? No. European? Yes. Britain, France, Greece, Germany, Italy? Yes. British? Yes. Literature? No. Political personality? രാജാവ്, രാഷ്ട്രീയം, പടയാളി? No. Sports, science, space? No. 10 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. യജ്ഞം. ഇടയ്ക്കൊന്ന് ചോദിക്കട്ടെ, ശേഷൻ സാർ പറഞ്ഞതിൻ്റെ പേരാണോ? അല്ലല്ലോ അല്ലേ? അല്ല, തീർച്ചയായിട്ടും അല്ല.
സാമൂഹ്യ പ്രവർത്തനം, മതപരം, ഒഫീഷ്യൽ സംഘടനകളുമായി ബന്ധപ്പെട്ട പ്രശസ്തി, മൂവ്മെന്റുകൾ ഉണ്ടാക്കുക, അങ്ങനെ എന്തെങ്കിലും? ഇല്ല. സ്പോർട്സ്, സയൻസ്, സ്പേസ്, എക്സ്പെഡിഷൻ, എക്സ്കവേഷൻ, സാഹസികത ഇവയൊന്നുമല്ല എന്ന് പറയുകയുണ്ടായി. കലാസാഹിത്യമല്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞില്ല. സാഹിത്യമല്ല എന്ന് പറഞ്ഞു. കല അല്ല. മതപരം, ആത്മീയം അല്ല. ഡെത്ത് ആഫ്റ്റർ 1900, യെസ് 1950. യെസ്. ഇൻസിഡന്റൽ പ്രശസ്തി, ഏതെങ്കിലും ഒരു പ്രത്യേക സംഭവം വഴിയാണോ പ്രശസ്തനായത്? അതെ. 16 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. രാജസൂയം. സ്വന്തം മരണം കൊണ്ടാണോ അദ്ദേഹം പ്രശസ്തനായത്? അല്ല. 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 നല്ല രീതിയിലുള്ള പ്രശസ്തി? അതെ. കുപ്രസിദ്ധിയല്ല, നല്ല പ്രസിദ്ധിയാണ് അല്ലേ? മൂവ്മെന്റുകളുമായും സംഘടനകളുമായും ഒരു സംഭവമാണ് അദ്ദേഹത്തെ പ്രശസ്തനാക്കിയത് അല്ലേ? സാഹസികൻ എന്ന വിഭാഗത്തിൽപ്പെടുത്താം. സാഹസികത എന്തെങ്കിലും സംഭവങ്ങൾ? സാഹസികതയല്ല. അല്ല. സാമൂഹ്യ പ്രവർത്തനവുമായി ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഒരു സംഭവമാണ് അദ്ദേഹത്തെ പ്രശസ്തനാക്കിയത്. ദാറ്റ് ഈസ് ഗുഡ്. ഇന്ത്യയുമായി എനി കണക്ഷൻ എന്ന് ഞാൻ ചോദിച്ചില്ല. ചോദിച്ചാൽ ഒരു പക്ഷേ താങ്കൾ ഉണ്ട് എന്ന് പറയുമായിരുന്നു. എനി കണക്ഷൻ വിത്ത് ഇന്ത്യ? ഉണ്ട്. ഇന്ത്യയിൽ വന്നിട്ടില്ല, പക്ഷേ ഇന്ത്യയുമായി ബന്ധമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഗവേഷണം, പഠനം, നിരീക്ഷണങ്ങൾ, ചരിത്രപരമായ കണ്ടെത്തലുകൾ, അങ്ങനെ എന്തെങ്കിലും? ഇല്ല. ജോൺ മാർഷലൊന്നും അല്ല ഇൻഡസ് വാലി സിവിലൈസേഷൻ കണ്ടെത്തിയ. ജയപ്രതീക്ഷ ഉണ്ടോ സാറിന്? തീർച്ചയായിട്ടും 100%. 100%. സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമുണ്ടോ എന്നൊന്നും ഞാൻ ചോദിച്ചില്ലല്ലേ. നല്ല സമയം കഴിഞ്ഞു പോയി. ഓക്കെ, ഫൈൻ. Now it's time for you to make a guess. Anushree, please. ഇന്ത്യ പാകിസ്ഥാൻ വിഭജന രേഖ വരച്ച സർ സിറിൽ റാഡ്ക്ലിഫ് തൊഴിൽ കൊണ്ട് ബാരിസ്റ്റർ, ചെയ്ത പണി പാകമക്കലായിരുന്നു. ക്ലെമന്റ് ആറ്റ്ലി പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്ന അവസരത്തിൽ വിളിച്ചു വരുത്തപ്പെട്ടു. Wait sir. Is it the right answer? Yes. It is the right answer. Yes. Give him a good hand. ഇന്ത്യയിൽ വന്നിട്ടില്ല. 1947 ആഗസ്റ്റ് 15 മുമ്പ് ഒരു 100 ദിവസം കൊണ്ടാണ് ഈ പ്രക്രിയ പൂർത്തിയാക്കിയത്. അന്നത്തെ പോപ്പുലേഷൻ്റെ മെജോറിറ്റി വെച്ചുകൊണ്ടായിരുന്നു ഇത് ചെയ്തെന്ന് ഡൊമിനിക് ലാപ്പിയറും ലാരി കോളിൻസിന്റെ ഫ്രീഡം അറ്റ് മിഡ്നൈറ്റ് എന്ന ബുക്കിൽ പറയുന്നു. വളരെ വ്യക്തമായി പറയുന്നു. അതേസമയം ആർതർ മക്മോഹൻ ആണെങ്കിൽ ഇന്ത്യ ചൈന രേഖ വരച്ചത് ഇന്ത്യയിൽ വന്നു, ഇന്ത്യയിൽ സെറ്റിൽ ചെയ്തു തന്നെയാണ്. ഒരിക്കൽ പോലും ഇദ്ദേഹം ഇന്ത്യയിൽ വന്നിട്ടില്ല. ഈ ഒരു പ്രോസസ്സിന് വേണ്ടി റാഡ്ക്ലിഫ് ഇന്ത്യയിൽ വന്നിട്ടേ ഇല്ല. That's a good guess. That's a brilliant guess. റാഡ്ക്ലിഫിനെ കണ്ടുപിടിക്കണമെങ്കിൽ അദ്ദേഹം ഒരു രേഖയിലൂടെ, അതിർത്തി രേഖയിലൂടെയാണോ പ്രശസ്തൻ എന്ന് തന്നെ ഞാൻ ചോദിക്കേണ്ടിയിരുന്നു അല്ലേ? That is a very good guess. ഒരു ഗസ്റ്റ് എന്ന നിലയിൽ ഒരു റൗണ്ടിൽ കൂടുതൽ പോകാൻ നിയമം അനുവദിക്കുന്നില്ല. കാരണം മറ്റു മത്സരാർത്ഥികളുടെ അവസരങ്ങൾ നഷ്ടപ്പെടും. അല്ലെങ്കിൽ താങ്കളുമൊത്ത് കൂടുതൽ മത്സരിക്കാൻ എനിക്ക് താല്പര്യമുണ്ടായിരുന്നു, ഇഷ്ടമുണ്ടായിരുന്നു. ദർ ഇസ് എ ബ്രില്യൻറ്റ് ഗസ്. ഇറ്റ് ഈസ് എ വെരി ഫേമസ് പേഴ്സണാലിറ്റി. വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയാണ്. വളരെ പെട്ടെന്ന് റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തിലേക്ക് റീച്ച് ചെയ്യാനുള്ള ചോദ്യങ്ങൾ അത്ര പെട്ടെന്ന് ചോദിക്കാൻ സാധ്യതയില്ലാത്ത ഒന്നാണ്. ഒരു രേഖ വരച്ചതുകൊണ്ടാണോ പ്രശസ്തി എന്ന ചോദ്യം ഞാൻ ചോദിക്കേണ്ടിയിരുന്നു. ദാറ്റ് ഇസ് എ വെരി ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ. കൺഗ്രാറ്റ്സ്. ഹാപ്പി കൺഗ്രാറ്റ്സ്. നമ്മുടെ ചുറ്റുമുള്ള ക്രമസമാധാന പ്രശ്നങ്ങളിലും ആഭ്യന്തരവും ബാഹ്യമായ പ്രശ്നങ്ങളിലും ഒരു ഇൻ്റലിജൻസ് പോലീസ് ഓഫീസർ എന്ന രീതിയിൽ, ഇൻ്റലിജൻസ് DYSP എന്ന രീതിയിൽ ഒരു കുതിരയെപ്പോലെ മുന്നോട്ട് കുതിക്കാൻ താങ്കൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒപ്പം ചില സമയങ്ങളിലെല്ലാം നമ്മുടെ പോലീസ് സേനയ്ക്ക് വന്നിരിക്കുന്ന ചെറിയ ചെറിയ കറകൾ മായ്ച്ചു കളയാൻ താങ്കളെപ്പോലുള്ള കർമ്മോത്സുകരായ ഉദ്യോഗസ്ഥന്മാർ ശ്രമിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും. നന്ദി ഈ മഹനീയ സാന്നിധ്യം.
അശ്വമേധം നിരന്തരമായി കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും, ഇറ്റ് ഈസ് ദ സെക്കൻഡ് ടൈം. അശ്വമേധത്തിന്റെ ഫൈനൽ വരെ എത്തുകയും 5ാമത്തെ തവണ 1 കിലോയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഫാദർ ക്യാമൽ ബിൽക്കയെ വിചാരിച്ച് പരാജയപ്പെടുകയും ചെയ്ത കൊല്ലത്തുകാരനായ ശിവകുമാറിന്റെ 2ാമത്തെ ഊഹം മക്മോഹനായിരുന്നു. മക്മോഹനെയും അന്ന് ഇനി കണ്ടെത്താൻ കഴിഞ്ഞില്ല, ഇപ്പോൾ റാഡ്ക്ലിഫിനെയും. കാരണം അതിർത്തി രേഖ വരച്ചാണോ പ്രശസ്തരായത് എന്ന ചോദ്യം ചോദിക്കാത്തത് തന്നെയാണ്. ആ ചോദ്യത്തിലേക്ക് എൻ്റെ മനസ്സെന്തുകൊണ്ട് പോയില്ല എന്നെനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന വ്യക്തികളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾ ആരാണ് ഈ കസേരയിൽ ഇരിക്കുക എന്നത് മാത്രമാണ് പ്രശ്നം. അത് കണ്ടെത്താനുള്ള സൂചനകളിലേക്ക് കടക്കുന്നതിന് മുൻപ് we will have a real barrier break. അതിർത്തി രേഖകളുടെ അവധി കഴിഞ്ഞു. വീണ്ടും അശ്വമേധത്തിൽ നിങ്ങളിൽ ആരാണ് ഇനി ഈ കസേരയിലിരിക്കുന്നത് എന്നറിയുവാനുള്ള സൂചനകളിലേക്ക് കടക്കുന്നു. വിരലുകൾ ബസറുകളിൽ അമർത്തി കാത്തിരിക്കുക എല്ലാവരും. ഞാനൊരു അർദ്ധ മലയാളിയാണ്. വിവാദങ്ങളുടെ കരിനിഴലിലാണ് എൻ്റെ കരിയർ ഇപ്പോൾ. ഹരിയാനയുമായി എനിക്ക് ബന്ധമുണ്ട്. അജയ് ജഡേജ ശരിയായ ഉത്തരമാണ്. താങ്കൾക്കിരിക്കാം ഈ കസേരയിൽ, മത്സരിക്കാം അശ്വമേധത്തിൽ. പ്ലീസ് വാക്ക്. നജീം കായംകുളം. അതെ. അനർട്ടിൽ ജോലി ചെയ്യുന്നു. കഴിഞ്ഞ അധ്യായത്തിൽ വെയിറ്റ് ചെയ്യും. ആൻസർ പ്ലീസ്. Is it approved, sir? Yes, approved. Yes, approved. നജീബിനെ നമുക്ക് സ്വാഗതം ചെയ്യാം സജീവമായ ഈ മത്സരത്തിൽ. അശ്വമേധത്തിൽ ഇന്ത്യൻ, യെസ്. കേരളൈറ്റ്, യെസ്. പുരുഷൻ, യെസ്. ജീവിച്ചിരിക്കുന്നു. നോ. 1950 ശേഷം മരണം. യെസ്. രാഷ്ട്രീയം, രാജാവ്, പടയാളി. നോ. കലാസാഹിത്യം. യെസ്. സാഹിത്യം. യെസ്. കഥാ, നോവൽ. നോ. കവിത. നോ. 10 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. വളരെ പെട്ടെന്നായിരുന്നു. യജ്ഞം. നാടകം. നോ. 1980 ശേഷം മരണം. യെസ്. കഥയും കവിതയും നോവലും നാടകവും ഒന്നുമില്ല, എന്നാൽ സാഹിത്യം തന്നെയാണ് അല്ലേ? വൈജ്ഞാനിക സാഹിത്യമായിരിക്കണം. അപ്പോൾ ഭാഷാ സാഹിത്യമാണ്. ഭാഷാ സാഹിത്യം, ഭാഷാ പണ്ഡിതൻ. അതെ. പേരിനോടൊപ്പം സ്ഥലപ്പേര്. ഇല്ല. സ്ഥലപ്പേര് വീട്ടുപേരൊന്നുമില്ല. പേരിനോട് സ്ഥലപ്പേരില്ല. സ്ഥലപ്പേര് വീട്ടുപേരുണ്ട് എന്ന് തീർച്ചയായും. പേരിനോടൊപ്പം വീട്ടുപേരും സമുദായ നാമവും ഉണ്ടോ? വീട്ടുപേരും സമുദായ നാമവും ഇല്ല. സമുദായ പക്ഷേ നാമമില്ല. വിശേഷണമുണ്ട്. വീട്ടുപേരുണ്ട് അല്ലെ? വിശേഷണമുണ്ട്. സമുദായ നാമവും വീട്ടുപേരുമുണ്ട്. വീട്ടുപേരുമില്ല, സമുദായ നാമവുമില്ല. ഒരു വിശേഷണമേ ഉണ്ട്. പേരിനോടൊപ്പം ഒരു വിശേഷണമേ ഉള്ളൂ അല്ലെ? അല്ലെ? വിശേഷണമുണ്ട്. അത് വീട്ടുപേരാണോ? അല്ല. അല്ല. സമുദായ നാമവും അല്ല. ഒന്ന് ഹിന്ദു അല്ല. അല്ല. 16 ചോദ്യങ്ങൾ. രാജസൂയം. ക്രിസ്ത്യൻ. അല്ല. 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 മലയാളിയാണ് പക്ഷെ. അതെ. So it should be Muslim. ചോദ്യമല്ല, സാഹിത്യമാണ്. 990 ശേഷം വരണം. അതെ. സാധാരണഗതിയിൽ വരണം. അതെ. നോർമൽ ഡെത്താണ്. ആത്മീയ രചനകൾ.
ഉണ്ട്. അതാണ് പ്രധാനം. ആണ് പ്രധാനം. ആത്മീയരചനകളാണ് പ്രധാനം. അതെ. രാഷ്ട്രീയമായി ബന്ധമില്ല. 1990 ശേഷം മരിച്ചു. സാധാരണഗതിയിൽ മരിച്ചു. ഏതോ ഒരു മൗലവിയാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അദ്ദേഹത്തിന്റെ പേര് ആരംഭിക്കുന്നത് എയിലാണോ? അല്ല. ഇനി ഐഡിയ ലാർജസ്റ്റ് ചെക്കനൂർ മൗലവിയല്ല. നോർമൽ ഡെത്താണ്. നോർമൽ ഡെത്താണ് ഞാൻ ചോദിച്ചത്. വിദ്വാൻ എ ഇസ്ഹാഖ് സാഹിബ്, കൊല്ലം ജില്ലക്കാരനാണ്. ഭഗവത്ഗീതയും മനുസ്മൃതിയും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത ലോക ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ മുസ്ലിം. കൺഗ്രാറ്റുലേഷൻസ്. Thank you. താങ്കൾ ഒരു പവൻ ജയിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ സ്വർണ്ണ നാണയത്തിന് വേണ്ടി നമുക്ക് മത്സരിക്കാം വീണ്ടും അല്പനേരങ്ങൾക്ക് ശേഷം. ഒരു ജനതയുടെ ആത്മാവിഷ്കാരമായ കൈരളി ടിവിയിലെ ഈ ബൗദ്ധിക മാമാങ്കത്തിലേക്ക്, അശ്വമേധത്തിലേക്ക് വീണ്ടും സ്വാഗതം. നജീബ്, വിജയപ്രതീക്ഷ തുടക്കം മുതൽ ഒടുക്കം വരെ പിടിച്ചു നിർത്തുന്നു. പ്രത്യേകിച്ച് ആത്മീയ രചനകളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ യെസ് എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായും ഒരു മുസൽമാന്റെ ആത്മീയ രചനകൾ ഇസ്ലാം സംബന്ധമായതായിരിക്കും എന്ന രീതിയിൽ എൻ്റെ ചിന്തകൾ വഴുതി വീഴുമെന്ന് താങ്കൾക്ക് ഉറപ്പാവുകയും ചെയ്യും. തീർച്ചയായും. That is a brilliant guess. Sir, is it approved? Approved. Indian? No. Asian? No. European? Yes. Britain, France, Greece, Germany, Italy? Yes. Germany? No. Britain, France. Yes. France. No. Sports, science, space? Yes. Sports, No. science? Yes. 10 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. യജ്ഞം. Physics? No. Chemistry, biology? No. Mathematics? Yes. Contemporary of Isaac Newton? No. Connected with computers? No. Any connection with logarithm? Yes. രാജസൂയം. നേപ്പിയർ? No. നേപ്പിയർ അല്ല. അല്ല. Death after 1900? No. 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 1900 അല്ല. അല്ല. അതിന് മുമ്പെയാണ്. അതെ. അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന തിയറംസ് വല്ലതുണ്ടോ? പൈത്തഗോറസ് തിയറം എന്ന് മറ്റും പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ പേരിൽ തിയറംസ് ഒന്നുമില്ല. ഇല്ല. ഇല്ല. Whether any part of his name starts with R or D? No. ജക്കാർത്തയുടെ ഒക്കെ പേര് പറയുന്ന പോലെ ഡി ആർ ഇതിലൊന്നും തുടങ്ങുന്നില്ല. ഇല്ല. Last question. Was he there involved in any controversy regarding mathematics? ലെബനിസിനെയും മറ്റും പോലെ കോൺട്രവേഴ്സികളുമായി ബന്ധപ്പെട്ട വ്യക്തിയാണോ? No. Never. A British mathematician. അല്ലേ? Chances is over, but let me have a last guess. Is it Mr. Hardy? No.
Any idea? പൈത്തഗോറസും നേപ്പിയറും തെക്കാത്ത ഹാർഡിയും ലെബനിറ്റ്സും ഒക്കെ കഴിഞ്ഞു. 17ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന എഡ്മണ്ട് ഗണ്ടർ ഭൂ സർവേക്ക് ആവശ്യമായ ചങ്ങല കണ്ടുപിടിച്ച ആൾ. കോസ്, ടാൻ ഇവ ആദ്യമായി ഉപയോഗിച്ച അദ്ദേഹം. ട്രിഗണോമെട്രിയാണ്. ട്രിഗണോമെട്രി. So, where is a good guess? Congrats. കായംകുളം അല്ലേ സ്ഥലം? കായംകുളത്തുകാർക്ക് 2 സ്വർണം കഴിഞ്ഞാൽ പിന്നെ 5ാമത്തെ സ്വർണത്തിന് വേണ്ടി മത്സരിക്കാൻ അനുവാദമില്ല. അറിയാമല്ലോ. കാരണം ഇനി നാളെ മത്സരിച്ചപ്പോൾ ഇന്നൊരു നല്ല ദിവസമായിരുന്നു. എനിക്കല്ല, മത്സരാർത്ഥികൾ. കാരണം ഇന്നത്തെ മത്സരത്തിൽ 3 തവണയും ഞാൻ പരാജയപ്പെട്ട ദിവസമാണ്. ഇടയ്ക്ക് എങ്ങനെയും വേണമല്ലേ? ചിലപ്പോൾ 3 തവണ പരാജയപ്പെടണം, ചിലപ്പോൾ 3 തവണ ജയിക്കണം, ചിലപ്പോൾ 1 തവണ പരാജയപ്പെടാം. ഇറ്റ്സ് എ ഗെയിം ഓഫ് അൺസർട്ടാനിറ്റി. അൺസർട്ടാനിറ്റി പ്രിൻസിപ്പിൾ ആവിഷ്കരിച്ചതാരെന്ന് അറിയാമോ? ഹീസൻബർഗിന്റെ അൺസർട്ടാനിറ്റി പ്രിൻസിപ്പിൾ പോലെ അശ്വമേധത്തിലെ വിജയവും പരാജയവും അൺസർട്ടനാണ്. ആൻഡ് നമുക്ക് നാളെ കാണാം വീണ്ടും. ചെയ്തു തീർക്കാൻ എനിക്ക് 2 ജോലികൾ കൂടി ബാക്കിയുണ്ട്. ആദ്യത്തെ ജോലി അശ്വമേധത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ ഓഡിയൻസിൽ നിന്നും ഉത്തരം വിളിച്ചു പറഞ്ഞ് സമ്മാനം നേടുന്ന വ്യക്തിയെ ഈ വേദിയിലേക്ക് ക്ഷണിച്ച് സമ്മാനം നൽകുക എന്നതാണ്. പ്ലീസ് അനുശ്രീ, പ്ലീസ്. ഹാർഡി കൺഗ്രാറ്റ്സ്. എന്താണ് പേര്? അജിത്. അശ്വമേധം കാണാറുണ്ട്? ഇതിനു മുൻപ് ഒരിക്കൽ ജൂൺ മാസത്തിൽ എന്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അന്ന് ഞാൻ പങ്കെടുത്തിരുന്നു. ഞാനന്ന് സാൽവഡോർ ഡാലി ആയിരുന്നു വിചാരിച്ചത്. 17ാമത്തെ ചോദ്യത്തിൽ പിടിച്ചു പുറത്താക്കി. Okay then. Thank you for your presence and it was a very good performance. Sir Cyril Radcliffe-നെ കണ്ടുപിടിച്ചു. ഇനിയുള്ള ജോലി പ്രേക്ഷകർക്കുള്ള ഈ ആഴ്ചയിലെ ആദ്യത്തെ സൂചന നൽകുക എന്നതാണ്. ഇദ്ദേഹത്തിൻ്റെ അനന്തിരവനും കലണ്ടറുമായി ബന്ധമുണ്ട്. ഇന്നത്തെ ദിവസം എൻ്റെ മത്സര കലണ്ടറിൽ കറുത്ത നിറം കൊണ്ട് എഴുതിച്ചു, എ ബ്ലാക്ക് ഡേ ഫോർ മീ ബട്ട് എ ബ്രൈറ്റ് ഡേ ഫോർ ദ പാർട്ടിസിപ്പൻസ്. ബൈ ബൈ. BSc ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആയ മിസ്റ്റർ അനി ബേബി മാന്നാറിൽ നിന്നുമാണ് എത്തിയിരിക്കുന്നത്. മിസസ് ഷീജ, കൊല്ലത്തുകാരിയായ മിസസ് ഷീജ ഹൗസ് വൈഫാണ്. മത്സരാർത്ഥികൾക്ക് വിജയാശംസകൾ നേരുന്നതിനോടൊപ്പം ഗ്രാൻഡ് മാസ്റ്റർ മിസ്റ്റർ GS പ്രദീപിനെ ക്ഷണിച്ചുകൊള്ളുന്നു അശ്വമേധത്തിനായി. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കേരളത്തിലെ മഹനീയയായ ഒരമ്മ ഈ ലോകത്തിൽ നിന്നും യാത്രയായി. ശ്രീ EM ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ വിധവയായിരുന്ന ശ്രീമതി ആര്യ അന്തർജനമാണ് ഈ ലോകത്തിനോട് യാത്ര പറഞ്ഞു പോയ ആ മാന്യ മഹിള. സ്വാതന്ത്ര്യത്തെ 2 തരത്തിൽ നമുക്ക് നോക്കിക്കാണാം. സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും ഉദാത്തമായൊരു ദൃഷ്ടാന്തമായിരുന്നു ആ കുടുംബം. തീർത്തും വിപ്ലവകരമായ രീതിയിൽ ജീവിക്കുകയും വിപ്ലവ പ്രസ്ഥാനങ്ങളോട് അങ്ങേയറ്റം കൂറ് പുലർത്തുകയും അതിനെ കെട്ടിപ്പടുക്കുകയും ചെയ്ത ശ്രീ EMS. അദ്ദേഹത്തിൻ്റെ ഭാര്യ സാത്വികയായ ഒരു ഭക്ത. 2 പേരുടെയും 2 വഴികളിലും ആരും പരസ്പരം സ്വാതന്ത്ര്യ ഹാനി വരുത്തിയിരുന്നില്ല എന്നത് ശ്രദ്ധേയം. സ്വാതന്ത്ര്യത്തെ ഹനിക്കാത്ത, അറിവിനെ മാത്രം പൂജിക്കുന്ന ഈ മത്സരത്തിലേക്ക്, അശ്വമേധത്തിലേക്ക് സ്വാഗതം. നിങ്ങളിൽ ആരാണ് ഇന്ന് ആദ്യം ഈ കസേരയിൽ ഇരിക്കുക എന്നറിയുവാനുള്ള സൂചനകളിലേക്ക് കടക്കുന്നതിന് മുൻപ് അതുപോലെ ശ്രീ അശോകൻ ആൻഡ് ശ്രീ ശശികുമാർ, ദ ഓണറബിൾ പാനൽ മെമ്പേഴ്സ്, വെൽക്കം സർവീസ്. അണിയറയിൽ ഒരാളുണ്ട്. ബ്രിട്ടീഷ് മാത്തമാറ്റീഷ്യനെ മുതൽ മനുസ്മൃതി തർജ്ജമ ചെയ്ത മുസൽമാനെ വരെ മനസ്സിലോർത്ത് 2 റൗണ്ടുകളിൽ വിജയം തന്ത്രപൂർവ്വം കൈവരിച്ച് ഇന്ന് 5 പവന് വേണ്ടിയുള്ള 3ാം റൗണ്ടിൽ ഏറ്റുമുട്ടാൻ തയ്യാറെടുക്കുന്ന കായംകുളത്തുകാരനായ നജീം. നജീം, പ്ലീസ്.
എന്താണ് നജീബ് ഇഷ്ടപ്പെട്ട ഹോബി? ചെസ്സാണ് എൻ്റെ പ്രധാനപ്പെട്ട ഹോബി. ചതുരംഗമാണ്. അതെ, ഞാൻ സാറിനോടൊപ്പം ചെസ്സ് കളിച്ചിട്ടുണ്ട്. ഇന്റർ കോളേജിൽ 92 യൂണിവേഴ്സിറ്റി മീറ്റ്. അതെ, കൊല്ലം TK എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ചിട്ട് നമ്മൾ തമ്മിൽ ഏറ്റുമുട്ടുകയുണ്ടായി. അപ്പം സാർ ജയിക്കും. ഞാനാണ് ജയിച്ചത്. അതെ. പക്ഷേ ഇക്കുറി 2 തവണ താങ്കൾ വിജയിച്ചു. ചെസ് ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന മണ്ണാർക്കാട് നിന്നെത്തിയ മത്സരാർത്ഥിയും ചെസ്സിൽ പ്രതിഭ തെളിയിച്ച വ്യക്തിയാണ് ശരത്ചന്ദ്രൻ. അദ്ദേഹവും 5 റൗണ്ടുകൾ 5 പവൻ സ്വർണം സ്വന്തമാക്കി മുന്നോട്ടുള്ള കുതിപ്പിൽ കാലിടറി വീണതാണ്. താങ്കൾ കാലിടറി വീഴാതെ 1 കിലോഗ്രാം വരെ ഫൈനൽ വരെ എത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു. ആശയും ആശംസയും അനുശ്രീയും ആരംഭിക്കുന്നത് ആയിലാണ്. അനുശ്രീ പ്ലീസ്. പിന്നെ എന്തൊക്കെയുണ്ട് നജീബ് മറ്റു വിശേഷം? വീട്ടിലായിരിക്കുമല്ലോ? വീട്ടിൽ ഉമ്മയും അപ്പയും വൈഫും ഒരു കുഞ്ഞും. Is it approved, sir? Approved. It's approved. രാഷ്ട്രീയം, സ്പോർട്സ്, മതം, ആത്മീയത ഇവയിലൊന്നും? അതെ. രാഷ്ട്രീയം? അതെ. സൗത്ത് ഇന്ത്യൻ? അതെ. കേരളൈറ്റ്? അല്ല. തമിഴ്നാട്? അതെ. പുരുഷൻ? അതെ. ജീവിച്ചിരിക്കുന്നു? അതെ. സജീവ രാഷ്ട്രീയത്തിലുണ്ടോ? ലൈഫ് ലൈൻ ഉണ്ട്. ബന്ധുക്കൾ ആരെങ്കിലും പ്രശസ്തർ? അല്ല. അല്ല. DMK ആണോ രാഷ്ട്രീയ കക്ഷി? അല്ല. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ തന്നെയാണോ സജീവം? അതെ. 10 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. നാം അടുത്ത മേഖലയിലേക്ക് കിടക്കുന്നു. യജ്ഞം. AIADMK? അതെ. ഇപ്പോൾ ഏതെങ്കിലും മന്ത്രിസ്ഥാനം വഹിക്കുന്നുണ്ടോ? ഇല്ല. ഹിന്ദു? അതെ. ജയലളിതയുടെ വിശ്വസ്തനായിരുന്നു? അതെ. പുരുഷൻ? അതെ. MGRന്റെ കാലത്തും തമിഴ് രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു നെടുഞ്ചെഴിയനെയും മറ്റും പോലെ? അല്ല. പതിനാറ് ചോദ്യങ്ങൾ കഴിഞ്ഞു. രാജസൂയം. ഒരു കഴിഞ്ഞ 6 മാസ കാലയളവിൽ അദ്ദേഹം എപ്പോഴെങ്കിലും അധികാരത്തിലുണ്ടായിരുന്നു? ഇല്ല. വിവാദപൂർണമായ സംഭവങ്ങളുമായി എന്തെങ്കിലും ബന്ധം ഉണ്ട്. സ്പീക്കർ പദവി എപ്പോഴെങ്കിലും അലങ്കരിച്ചിട്ടുണ്ടോ അദ്ദേഹം? ലൈഫ് ലൈൻ പദവിയില്ല. 50 വയസ്സിന് മുകളിൽ പ്രായം? ഇല്ല. 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 ജയലളിതയുടെ വിശ്വസ്തൻ എന്ന ചോദ്യത്തിന് അതെ എന്നാണ്. അതെ. വളർത്ത് ദത്തുപുത്രനായി അല്ലെങ്കിൽ
അത്തരത്തിലേതെങ്കിലും രീതിയിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണോ അദ്ദേഹത്തിൻ്റെത്? അല്ല. 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 ജയപ്രതീക്ഷ ഉണ്ടോ ഇക്കുറി? തീരെ കുറവ്. തീരെ കുറവാണ്. അതെ. നമ്മൾ ചെസ് സർവകലാശാല മീറ്റിൽ കളിച്ചപ്പോൾ ഞാനായിരുന്നു ജയിച്ചത്. പക്ഷേ ഇക്കുറി താങ്കൾ 2 തവണ ജയിച്ചു, 3-ാം തവണയും വിജയത്തോട് അടുത്ത് നിൽക്കുന്നു. ഒരു ചോദ്യം മാത്രം ബാക്കി നിൽക്കുന്നു. MGRന്റെ കാലത്ത് അദ്ദേഹം രാഷ്ട്രീയത്തിലില്ലായിരുന്നു എന്ന് താങ്കൾ പറഞ്ഞു. 50 വയസ്സിന് താഴെയാണ് പ്രായം എന്നും പറഞ്ഞു. ജയലളിതയുടെ വിശ്വസ്തനാണ് എന്ന് പറഞ്ഞു. വിവാദങ്ങളിൽ അകപ്പെട്ട ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് തമിഴ്നാട്ടിൽ, മാരനെയും മറ്റും പോലെ. പക്ഷേ അന്നും ഇന്നും എന്നും ADMKയിൽ തന്നെ നിലനിൽക്കുന്ന ഒരു വ്യക്തിത്വമാണല്ലോ താങ്കൾ വിചാരിച്ചത്. ഒരു ചോദ്യം മാത്രം എനിക്ക് അവശേഷിക്കുന്നു. അദ്ദേഹത്തിന്റെ പേര് ആരംഭിക്കുന്നത് A മുതൽ K വരെയുള്ള ഏതെങ്കിലും ഇംഗ്ലീഷ് അക്ഷരത്തിലാണ്? അല്ല. എല്ലോ എമ്മോ ഒക്കെ ആവാം അല്ലേ? എന്നാവാം. Give me a good hand. നിങ്ങൾക്കുള്ള അവസരമാണ്. നിങ്ങൾക്ക് 5 സെക്കൻഡ് സമയമുണ്ട്. അദ്ദേഹം വിചാരിച്ച വ്യക്തി ആര് എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാമെങ്കിൽ നിങ്ങൾക്കൊരു സമ്മാനവുമുണ്ട്. എനി ഐഡിയ? നോ. ആരായിരുന്നു താങ്കളുടെ മനസ്സിൽ? 93-96 കാലഘട്ടത്തിൽ ജയലളിത മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പൊന്നുസ്വാമി. ഇപ്പോൾ ജയിലിലാണ്. പൊന്നുസ്വാമി ഇപ്പോൾ ജയിലിലാണ്. That is a fantastic guess. Congrats. അല്പം പോലും സമയാപകരണമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാം ധീരമായി, അല്ലേ? ധീരത ഭാഗ്യത്തിൻ്റെ സഹയാത്രികനാണ്. അല്പം പോലും സമയത്തിൻ്റെ അനാവശ്യമായ വലിച്ചുനീട്ടലില്ലാതെ ഞാനും നജീമും മുന്നോട്ട് പോകുന്നു 10 പവന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ അല്പനിമിഷങ്ങൾക്ക് ശേഷം. വെയിറ്റ് ആൻഡ് സീ. വെൽക്കം ബാക്ക് ടു അശ്വമേധം. വഴിതെറ്റിക്കുന്നവരുടെ ഒരു കാലഘട്ടത്തിൽ വഴി തെളിക്കുന്നതാണ് അശ്വമേധത്തിന്റെ ചുമതല. വീണ്ടും അശ്വമേധത്തിലേക്ക്. റെഡി? അനുശ്രീ പ്ലീസ്. പൊന്നുസ്വാമിയിലേക്ക് ഞാൻ എത്തില്ല എന്നുറപ്പായിരുന്നു. എത്തുമെന്നുറപ്പായി. പൊന്നുസ്വാമി 93-96 കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു. പിന്നെ ഇപ്പോൾ ജയിലിലാണ് എന്നതിനപ്പുറം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ സിഗ്നിഫിക്കൻ്റായ മേഖലകളിൽ എത്തിപ്പിടിച്ചൊരു വ്യക്തിയല്ല. കുപ്രസിദ്ധിയുടെ പേരിൽ എത്തുമെന്ന് പ്രതീക്ഷിച്ചു. പൊന്നുസ്വാമിയുടെ പേരിനോട് വളരെ അടുത്ത സാമ്യമുള്ള വളരെ പ്രശസ്തരായ വ്യക്തികൾ ഒരുപാടുണ്ടെന്നാണ്. സർ, ഇസ് ഇറ്റ് അപ്രൂവ്ഡ്? Yes, it is approved. It is approved. സ്വാഗതം ചെയ്യാം നജീമിനെ വാശിയോടെ അശ്വമേധത്തിലേക്ക്. ഇന്ത്യൻ? നോ. ഏഷ്യ? നോ. യൂറോപ്പ്? നോ. അമേരിക്കൻ ഭൂഖണ്ഡങ്ങൾ? യെസ്. USA? യെസ്. പൊളിറ്റിക്കൽ പേഴ്സണാലിറ്റി? നോ. കലാ, സാഹിത്യം, സംസ്കാരം, സ്പോർട്സ്? യെസ്. ജീവിച്ചിരിക്കുന്ന പുരുഷൻ? നോ. പുരുഷൻ? യെസ്. നോർമൽ ഡെത്ത്? യെസ്. 10 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അടുത്ത മേഖലയിലേക്ക്. യജ്ഞം.
Ball game, Yes. tennis, No. tennis no. No. Big ball, No. baseball, No. 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 Cricket, No. that's not fair. അമേരിക്കയിൽ ക്രിക്കറ്റ് ഇല്ലല്ലോ. Death after 1990, No. പതിനാറ് ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അമേരിക്കക്കാരൻ, ചെറിയ ബോൾ, രാജസൂയം. ഗോൾഫ്, Yes. any of his relatives is popular? പിൻഗാമികൾ അല്ലെങ്കിൽ പോപ്പുലർ ആണോ അദ്ദേഹത്തിന്റെ? Lifeline. No. PGA ടൂർ വിന്നർ ആയിട്ടുണ്ട് അദ്ദേഹം? No. 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 Whether the second part of his name starts with a പേരിന് രണ്ട് ഭാഗം കാണുമല്ലോ അല്ലേ? രണ്ടാമത്തതാണല്ലോ സ്വാഭാവികമായും പറയപ്പെടുന്ന പേര്. സച്ചിൻ തെണ്ടുൽക്കറിലെ തെണ്ടുൽക്കർ പോലെ, സ്റ്റീഫൻ ഫ്ലമിങ്ങിലെ ഫ്ലമിങ് എന്ന് പറയുന്നത് പോലെ അല്ലേ? അതെ. ജെറി കാസ്പറോവിലെ കാസ്പറോ എന്ന് പറയുന്നത് രണ്ടാം ഭാഗം. അത് ആരംഭിക്കുന്നത് എ മുതൽ കെ വരെയുള്ള ABCDEFGHIJK എന്നീ അക്ഷരങ്ങൾ തമ്മിലാണോ? അതെ. ജെ, അതെ. അതെ. സെക്കൻഡ് പാർട്ടാണ് ഞാൻ പറയേണ്ടത് അല്ലേ പേരിൻ്റെ? Full name. ഫുൾ നെയിം പറയും. ബ്രണ്ടൻ ജോൺ എന്ന പേരാണെങ്കിൽ ബ്രണ്ടൻ ജോൺ എന്ന് തന്നെ പറയണം. അതെ. ആ ഫീൽഡിൽ അദ്ദേഹം അത്രയ്ക്ക് പ്രശസ്തനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിനോട് സാമ്യമുള്ള പേരുകളുള്ള പ്രശസ്തരായ വ്യക്തികൾ ഉണ്ടായിട്ടുണ്ട്. Lifeline. ഏകദേശ സാമ്യം വരുന്ന പ്രശസ്തരായ വ്യക്തികളുണ്ടായിട്ടുണ്ട്. ജൂലിയനും ജൂലിയസ് സീസറും തമ്മിലുള്ള സാമ്യം പോലെ ഏകദേശ സാമ്യം അല്ലേ എന്നാണ് താങ്കൾ പറഞ്ഞത്. Where the first part of his name starts with a letter from A to K? Yes. എൻ്റെ ഏറ്റവും വലിയ ദൗർബല്യമാണ് ഗോൾഫ്. രണ്ട് അക്ഷരങ്ങളുടെ മാത്രം തുമ്പിൽ പിടിച്ചുകൊണ്ടൊരു ഗസ് നടത്താൻ മാത്രമേ എനിക്ക് കഴിയുള്ളൂ. സമ്പൂർണ്ണമായി പരാജയം സമ്മതിച്ചുകൊണ്ട് തന്നെ ഞാൻ ആ ഗസിലേക്ക് കിടക്കുകയാണ്. ഗ്രിഗറി ജോൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അല്ല. That is a wide guess. Yes. ആരെയാണ് താങ്കൾ വിചാരിച്ചത്?
ബോബി ജോൺസ്. 1923-29 കാലഘട്ടങ്ങളിൽ ഒരുപാട് അമച്ചർ പ്രൊഫഷണൽ ടൂർണമെൻറ്റുകൾ വിൻ ചെയ്തിട്ടുണ്ട്. 30 റിട്ടയർ ചെയ്തു. ബോബി ജോൺസ്. ബ്രിട്ടനിലും അമേരിക്കയിലും ഗ്രിഗറി ജോൺസ് എന്ന് വരെ വന്നല്ലേ? ആൻഡ് താങ്കൾ ഇപ്പോൾ 10 പവൻ വിജയിച്ചു കഴിഞ്ഞു നജീം. നജീം മുന്നോട്ട് പോകുന്നു. ഇല്ല, കൂട്ടിക്കുന്നു. കൂട്ടി. ഇപ്പോൾ ചെസ് കളിയൊന്നുമില്ലേ? ഇപ്പം അങ്ങനെ കളിക്കാറില്ല. ടൂർണമെന്റുകൾ മത്സരങ്ങളൊന്നുമില്ല. ഇല്ല, കോളേജ് കഴിഞ്ഞതോടെ അത് നിർത്തി. നിർത്തി. അശ്വമേധം എന്ന ചതുരംഗ കളിയിൽ താങ്കൾ സമൃദ്ധമായി കരുക്കൾ നീക്കുകയും 4 തവണ വിജയിക്കുകയും ചെയ്തിരിക്കുന്നു. That is very good performance on your part. താങ്ക് യു. മുസ്ലിം സമുദായത്തിൽ ജനിച്ച സാഹിത്യകാരൻ, ആധ്യാത്മിക ബന്ധമുള്ള സാഹിത്യകാരൻ എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും മുസ്ലിം ആധ്യാത്മിക രചനകളിലേക്കും മൗലവിമാരിലേക്കും ഹാഫിസ് അബ്ദുറഹ്മാൻ മൗലവിയിലേക്കും മറ്റും വഴിതെറ്റും എന്നറിഞ്ഞുകൊണ്ട് മനുസ്മൃതി തർജ്ജമ ചെയ്ത ഇസാഖ് സാഹിബിനെ താങ്കൾ വിചാരിച്ചു. ബ്രിട്ടനിൽ ജീവിച്ചിരുന്ന ട്രിഗണോമെട്രിയിലെ കോസ്റ്റീറ്റയും ടാൻറ്റീറ്റയുടെയും ഡെറിവേഷൻസുമായി ബന്ധപ്പെട്ട ഡെൻഡലിനെ താങ്കൾ രണ്ടാമത് വിചാരിച്ചു. ജയലളിതയുടെ വിശ്വസ്തനായിരുന്ന, ഇപ്പോൾ ജയിലിൽ കഴിയുന്ന പൊന്നുസ്വാമിയെ താങ്കൾ മൂന്നാമത് വിചാരിച്ചു. ഗോൾഫ് രംഗത്ത് എൻ്റെ കാഴ്ചപ്പാടിൽ അമച്ചർ വിജയങ്ങൾ നേടിയ PGA ടൂർ വിജയിച്ചിട്ടില്ലാത്ത ബോബി ജോൺസിനെ താങ്കൾ വിചാരിച്ചു. ആൻഡ് അപ്പോഴും താങ്കൾ വിജയിച്ചു. 4 വിജയങ്ങൾ താങ്കൾക്ക് നേടിത്തരുന്നത് 10 സുവർണ നാണയങ്ങളാണ്. ഒപ്പം വരാനിരിക്കുന്ന നാളുകളിൽ താങ്കളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന 1000 സുവർണ വിജയങ്ങൾ. അശ്വമേധത്തിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ ഒരിക്കൽ ഈ കസേരയിൽ ഇരുന്നു എന്നത് മറ്റൊരിക്കൽ അപേക്ഷ അയക്കുന്നതിന് തടസ്സമാകുന്നില്ല. വീണ്ടും താങ്കൾക്ക് അയക്കാം, വീണ്ടും താങ്കൾക്ക് മത്സരിക്കാം. വ്യക്തമായ മുൻധാരണയോടുകൂടി, നിയമങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ അവബോധത്തോടുകൂടി, കൃത്യമായ തയ്യാറെടുപ്പോടെ മറ്റൊരവസരത്തിൽ വീണ്ടും കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാണാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. അനുശ്രീ, പ്ലീസ്. ന്യായീകരണങ്ങൾക്ക് പ്രസക്തിയില്ല. എനിക്ക് ഗോൾഫ് അറിയില്ല എന്നത് തന്നെ കാരണം. അടുത്ത മത്സരാർത്ഥി ഒരു വിശിഷ്ടാതിഥിയാണ്. ആരാണെന്ന് കാണാം. കാത്തിരിക്കും. വിധേയപൂർവ്വം ഇപ്പോൾ പിരിയാം.